ആകാശവാണി മൻ കി ബാത്ത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിലേക്ക് സ്വാഗതം. നിലവിൽ പാരീസ് ഒളിമ്പിക്സ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണ്. ലോകവേദിയിൽ ത്രിവർണ്ണ പതാക ഉയർത്താനും രാജ്യത്തിനായി എന്തെങ്കിലും ചെയ്യാനും ഒളിമ്പിക്സ് നമ്മുടെ കളിക്കാർക്ക് അവസരം നൽകുന്നു. നമുക്ക് നമ്മുടെ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കാം. ഭാരതത്തിന് അഭിവാദ്യങ്ങൾ. സുഹൃത്തുക്കളെ, കായിക ലോകത്തെ ഈ ഒളിമ്പിക്സിന് പുറമെ ഗണിത ലോകത്തും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഒളിമ്പിക്സ് നടന്നിരുന്നു. ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്. ഈ ഒളിമ്പ്യാഡിൽ ഭാരതത്തിലെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതിൽ നമ്മുടെ വിദ്യാർത്ഥി സംഘം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും 4 സ്വർണ്ണ മെഡലുകളും 1 വെള്ളി മെഡലും കരസ്ഥമാക്കുകയും ചെയ്തു. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുകയും മൊത്തത്തിലുള്ള പട്ടികയിൽ ആദ്യ 5 സ്ഥാനങ്ങളിലെത്തുന്നതിൽ നമ്മുടെ വിദ്യാർത്ഥി സംഘം വിജയിക്കുകയും ചെയ്തു. ഭാരതത്തിൻ്റെ പ്രശസ്തി ഉയർത്തിയ ഈ വിദ്യാർത്ഥികളാണ് പൂനെയിൽ നിന്നുള്ള ആദിത്യ വെങ്കട്ട് ഗണേഷ്, പൂനെയിലെ തന്നെ സിദ്ധാർത്ഥ് ചോപ്ര, ഡൽഹിയിൽ നിന്നുള്ള അർജുൻ ഗുപ്ത, ഗ്രേറ്റർ നോയിഡയിൽ നിന്നുള്ള കനവ് തൽവാർ, മുംബൈയിൽ നിന്നുള്ള റൂഷിൽ മാഥോർ, ഗുവാഹത്തിയിൽ നിന്നുള്ള ആനന്ദോ ഭാദുരി. സുഹൃത്തുക്കളെ, ഇന്നത്തെ മൻ കി ബാത്തിൽ ഞാൻ ഈ യുവവിജയികളെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ ഫോണിൽ നമ്മളുമായി സംവദിക്കുന്നു. നമസ്തേ സുഹൃത്തുക്കളെ. എല്ലാ സുഹൃത്തുക്കളെയും മൻ കി ബാത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും എങ്ങനെയുണ്ട്? ഞങ്ങൾ സുഖമായിരിക്കുന്നു സർ. സുഹൃത്തുക്കളെ, മൻ കി ബാത്തിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ അറിയാൻ ഭാരതീയർ വളരെ ആകാംക്ഷയിലാണ്. ആദിത്യയിലും സിദ്ധാർത്ഥിലും നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. നിങ്ങൾ പൂനെയിലാണ്. ആദ്യം ഞാൻ നിങ്ങളിൽ നിന്ന് തുടങ്ങും. ഒളിമ്പ്യാഡിനിടെ നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളെല്ലാവരോടും പങ്കിടുക. എനിക്ക് ഗണിതത്തിൽ കുറച്ച് താല്പര്യമുണ്ടായിരുന്നു. എന്നെ 6ാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ചിരുന്നത് എൻ്റെ ടീച്ചറായ പ്രകാശ് സാറാണ്. അദ്ദേഹം എനിക്ക് ഗണിതത്തിലുള്ള താല്പര്യം വർദ്ധിപ്പിച്ചു. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. എനിക്ക് അവസരം ലഭിച്ചു. നിങ്ങളുടെ കൂട്ടുകാരൻ എന്താണ് പറയുന്നത്? സർ, ഞാൻ സിദ്ധാർത്ഥാണ്. ഞാൻ പൂനെയിൽ നിന്നാണ്. ഞാൻ 12ാം ക്ലാസ് പാസ്സായതേ ഉള്ളൂ. ഇത് 2ാം തവണയാണ് IMOയിൽ. എനിക്ക് ഗണിതത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ 6ൽ പഠിക്കുമ്പോൾ പ്രകാശ് സാർ ഞങ്ങളെ 2 പേരെയും പരിശീലിപ്പിച്ചു. ഞങ്ങളെ വളരെയധികം സഹായിച്ചു. ഇപ്പോൾ ഞാൻ കോളേജിൽ CMI പഠിക്കുന്നു. ഞാൻ കണക്കും CS പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശരി. അർജുൻ ഇപ്പോൾ ഗാന്ധിനഗറിലാണെന്നും കനവ് ഗ്രേറ്റർ നോയിഡയിൽ നിന്നാണെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അർജുൻ, കനവ്, ഞങ്ങൾ ഒളിമ്പ്യാഡിനെ കുറിച്ച് ചർച്ച ചെയ്തു. എന്നാൽ നിങ്ങൾ 2 പേരും നിങ്ങളുടെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഞങ്ങളോട് പറയുകയാണെങ്കിൽ, ഒപ്പം നിങ്ങളുടെ പ്രത്യേക അനുഭവം പങ്കിടുകയാണെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്കത് പ്രിയങ്കരമാകും. ഹലോ സർ, ജയ് ഹിന്ദ്. ഞാൻ അർജുനാണ്. ജയ് ഹിന്ദ് അർജുൻ. ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. എൻ്റെ അമ്മ ശ്രീമതി ആശാ ഗുപ്ത ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് പ്രൊഫസറാണ്. എൻ്റെ അച്ഛൻ ശ്രീ അമിത് ഗുപ്ത ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒന്നാമതായി എൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് എൻ്റെ മാതാപിതാക്കൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുടുംബത്തിലെ ഓരോ അംഗം ഇത്തരമൊരു മത്സരത്തിന് തയ്യാറെടുക്കുമ്പോൾ അത് ആ അംഗത്തിൻ്റെ മാത്രമല്ല, മുഴുവൻ കുടുംബത്തിൻ്റെയും പോരാട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രധാനമായും നമ്മുടെ പേപ്പറിൽ 3 ചോദ്യങ്ങൾക്ക് 4.5 മണിക്കൂർ, ഒരു ചോദ്യത്തിന് 1.5 മണിക്കൂർ. അതിനാൽ ഒരു ചോദ്യം പരിഹരിക്കാൻ എത്ര സമയമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ വീട്ടിൽ വളരെ കഠിനാധ്വാനം ചെയ്യണം. ചോദ്യങ്ങളുമായി മണിക്കൂറുകൾ ചിലവഴിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ ഒരു ദിവസം, അല്ലെങ്കിൽ ഓരോ ചോദ്യത്തിനും 3 ദിവസം പോലും. അതിനാൽ ഇതിനായി നമ്മൾ ഓൺലൈനിൽ ചോദ്യങ്ങൾ കണ്ടെത്തണം. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങൾ പരിശീലിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ക്രമേണ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ അനുഭവം വർദ്ധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചോദ്യങ്ങൾ പരിഹരിക്കാനുള്ള ഞങ്ങളുടെ കഴിവ് വർദ്ധിക്കുന്നു. ഇത് ഗണിതശാസ്ത്രത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മെ സഹായിക്കുന്നു. ശരി കനവ്, എന്തെങ്കിലും പ്രത്യേക അനുഭവം ഉണ്ടെങ്കിൽ എന്നോട് പറയാമോ? ഈ തയ്യാറെടുപ്പിലെല്ലാം പ്രത്യേകമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അതു നമ്മുടെ യുവ സുഹൃത്തുക്കൾ അറിഞ്ഞാൽ വളരെ സന്തോഷിക്കും. എൻ്റെ പേര് കനവ് തൽവാർ. ഞാൻ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലാണ് താമസിക്കുന്നത്. ഞാൻ 11ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കണക്കെൻ്റെ പ്രിയപ്പെട്ട വിഷയമാണ്. എനിക്ക് കുട്ടിക്കാലം മുതൽ കണക്ക് വളരെ ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് അച്ഛൻ എന്നെ പസിലുകൾ ചെയ്യിപ്പിക്കുമായിരുന്നു. അതിനാൽ എൻ്റെ താല്പര്യം വർദ്ധിച്ചു. 7ാം ക്ലാസ് മുതൽ ഒളിമ്പ്യാഡിന് തയ്യാറെടുക്കാൻ തുടങ്ങി. എൻ്റെ സഹോദരിക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. ഒപ്പം എൻ്റെ മാതാപിതാക്കളും എപ്പോഴും എന്നെ പിന്തുണച്ചു. ഈ ഒളിമ്പ്യാഡ് HBCSE നടത്തുന്നു. കൂടാതെ ഇത് 5 ഘട്ടങ്ങളുള്ള പ്രക്രിയയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ടീമിലില്ലായിരുന്നു. പക്ഷേ ടീമിൽ ഇടം നേടുന്നതിന് വളരെ അടുത്തെത്തിയിരുന്നു. ഇല്ലാതിരുന്നപ്പോൾ വളരെ സങ്കടപ്പെട്ടു. ഒന്നുകിൽ നമ്മൾ ജയിക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു എന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നെ പറഞ്ഞു മനസ്സിലാക്കി. പിന്നെ പ്രധാനം അതിലേക്കുള്ള യാത്രയാണ്, വിജയമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെയ്യുക. വിജയത്തിലേക്കുള്ള യാത്രയാണ് പ്രധാനം, വിജയമല്ല. നമുക്ക് വിജയം ലഭിച്ചുകൊണ്ടേയിരിക്കും. നാം നമ്മുടെ വിഷയത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഒപ്പം യാത്ര ആസ്വദിക്കൂ. അപ്പോൾ കനവ്, നിങ്ങൾക്ക് ഗണിതത്തിലും താല്പര്യമുണ്ട്, സാഹിത്യത്തിലും താല്പര്യമുള്ളതുപോലെ നിങ്ങൾ സംസാരിക്കുന്നു. അതെ സർ, കുട്ടിക്കാലത്ത് ഞാനും ഡിബേറ്റുകളും പ്രസംഗങ്ങളും ചെയ്യുമായിരുന്നു. ശരി, നമുക്ക് ആനന്ദോവിനോട് സംസാരിക്കാം. ആനന്ദോ, നിങ്ങളിപ്പോൾ ഗുവാഹത്തിയിലാണ്. നിങ്ങളുടെ പങ്കാളി റുഷിൽ മുംബൈയിലാണ്. നിങ്ങൾ രണ്ടുപേരോടും എനിക്കൊരു ചോദ്യമുണ്ട്. നോക്കൂ, ഞാൻ പരീക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തുടരുന്നു. പരീക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പുറമെ മറ്റു പ്രോഗ്രാമുകളിലും ഞാൻ വിദ്യാർത്ഥികളുമായി ഇടപഴകുന്നു. പല വിദ്യാർത്ഥികളും ഗണിതത്തെ ഭയക്കുന്നതിനാൽ അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവർ പരിഭ്രാന്തരാകുന്നു. ഗണിതവുമായി എങ്ങനെ ചങ്ങാത്തം കൂടാമെന്ന് പറയാമോ? സർ, ഞാൻ റുഷിൽ മാത്തൂർ. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ആദ്യം സങ്കലനം പഠിക്കുന്നു, ക്യാരി ഫോർവേഡിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. എന്നാൽ ക്യാരി ഫോർവേഡ് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നില്ല. കൂട്ടുപലിശയെക്കുറിച്ച് പഠിക്കുമ്പോൾ കൂട്ടുപലിശ എന്ന സൂത്രവാക്യം എവിടെ നിന്ന് വരുന്നുവെന്നത് നാം ഒരിക്കലും ചോദിക്കില്ല. ഗണിതശാസ്ത്രം യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നതിനും പ്രശ്നപരിഹാരത്തിനുമുള്ള ഒരു കലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഗണിതത്തിലേക്ക് ഒരു പുതിയ ചോദ്യം ഉന്നയിച്ചാൽ അതെന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ കരുതുന്നു ചിന്തിക്കുന്നത് ആളുകളുടെ ഗണിതശാസ്ത്രത്തിലുള്ള താല്പര്യം വളരെയധികം വർദ്ധിപ്പിക്കും. കാരണം നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് ഭയം തോന്നാൻ തുടങ്ങും. ഇതുകൂടാതെ കണക്ക് വളരെ യുക്തിസഹമായ ഒരു വിഷയമാണെന്ന് എല്ലാവരും കരുതുന്നുവെന്നും ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ഇതുകൂടാതെ സർഗാത്മകതയും ഗണിതത്തിൽ വളരെ പ്രധാനമാണ്. കാരണം സർഗാത്മകതയിലൂടെ മാത്രമേ ഒളിമ്പ്യാഡിൽ വളരെ ഉപയോഗപ്രദമായ പരിഹാരങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. അതിനാൽ ഗണിതത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് ഗണിത ഒളിമ്പ്യാഡിനും വളരെ പ്രധാനപ്പെട്ട പ്രസക്തിയുണ്ട്. ആനന്ദോ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നോ? നമസ്തേ പ്രധാനമന്ത്രി, ഞാൻ ഗുവാഹത്തിയിൽ നിന്നുള്ള ആനന്ദോ ഭാദുരിയാണ്. ഞാൻ 12ാം ക്ലാസ് പാസ്സായതേ ഉള്ളൂ. 6ലും 7ലും ഞാൻ ഇവിടെ ലോക്കൽ ഒളിമ്പ്യാഡിൽ പങ്കെടുത്തു. അതിൽ നിന്നാണ് താല്പര്യമുണ്ടായത്. ഇത് എൻ്റെ രണ്ടാമത്തെ IMO ആയിരുന്നു. 2 മികച്ച IMO ആയി കാണപ്പെടുന്നു. റുഷൽ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കൂടാതെ ഗണിതത്തെ ഭയപ്പെടുന്നവർക്ക് വളരെയധികം ധൈര്യം ആവശ്യമാണെന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മളെ കണക്ക് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വച്ചാൽ ഒരു ഫോർമുല നൽകി അത് മനഃപ്പാഠമാക്കുന്നു. തുടർന്ന് ആ ഫോർമുല ഉപയോഗിച്ച് 100 ചോദ്യങ്ങൾ പഠിക്കുന്നു. ഫോർമുല മനസ്സിലായോ ഇല്ലയോ അത് വ്യക്തമല്ല. ചോദ്യങ്ങൾ ചോദിക്കുക, അത് തുടരുക, ഫോർമുല മനഃപ്പാഠമാക്കുക. പിന്നെ പരീക്ഷയിൽ ഫോർമുല മറന്നാൽ എന്തു ചെയ്യും? അതിനാൽ റുഷൽ പറഞ്ഞ സൂത്രവാക്യം മനസ്സിലാക്കുക, തുടർന്ന് ധൈര്യത്തോടെ കാണുക. നിങ്ങൾ ഫോർമുല ശരിയായി മനസ്സിലാക്കിയാൽ 100 ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരില്ല. മറിച്ച് 1-2 ചോദ്യങ്ങൾ മതിയാവും. കണക്കിനെ ഭയപ്പെടേണ്ടതില്ല. ആദിത്യൻ, സിദ്ധാർത്ഥ്, ആദ്യം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ സുഹൃത്തുക്കളെല്ലാം കേട്ട് നിങ്ങൾക്കും എന്തെങ്കിലും പറയാൻ തീർച്ചയായും ആഗ്രഹമുണ്ടാവും. നിങ്ങളുടെ അനുഭവം നല്ല രീതിയിൽ പങ്കുവയ്ക്കാമോ? മറ്റു പല രാജ്യങ്ങളുമായി ഇടപെടാൻ കഴിഞ്ഞു.
അവിടെ നിരവധി സംസ്കാരങ്ങളുണ്ടായിരുന്നു. മറ്റ് വിദ്യാർത്ഥികളുമായി ഇടപഴകുന്നതും ബന്ധപ്പെടുന്നതും വളരെ നല്ലതാണ്. കൂടാതെ നിരവധി പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞന്മാരും ഉണ്ടായിരുന്നു. അതെ, ആദിത്യൻ. ഇത് വളരെ നല്ല അനുഭവമായിരുന്നു. അവർ ഞങ്ങളെ ബാത്ത് സിറ്റി കാണിച്ചു തന്നു. വളരെ നല്ല കാഴ്ചകൾ കണ്ടു. ഞങ്ങളെ പാർക്കുകളിൽ കൊണ്ടുപോയി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കും കൊണ്ടുപോയി. അതിനാൽ അത് വളരെ നല്ല അനുഭവമായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ശരിക്കും ആസ്വദിച്ചു. നിങ്ങൾക്കെല്ലാ ആശംസകളും നേരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഗെയിമിന് വളരെയധികം ശ്രദ്ധ ആവശ്യമാണെന്നും ഒരാളുടെ മസ്തിഷ്കം എത്രമാത്രം ഇതിൽ ഉപയോഗിക്കേണ്ടതുണ്ടെന്നും എനിക്കറിയാം. കുടുംബാംഗങ്ങളും ഒരുപക്ഷെ ചിന്തിച്ചു തുടങ്ങും, ഇതെന്താണ്, ഗുണിച്ചും ഹരിച്ചും കൊണ്ടേയിരിക്കുന്നു. എങ്കിലും നിങ്ങൾക്കെല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ രാജ്യത്തിന് അഭിമാനവും പേരും കൊണ്ടുവന്നു. നന്ദി സുഹൃത്തുക്കളെ. നന്ദി സാർ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. നിങ്ങൾ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. മൻ കി ബാത്തിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും വളരെ നന്ദി. ഈ യുവഗണിത വിദഗ്ധരുടെ വാക്കുകൾ കേട്ട് മറ്റു യുവാക്കൾക്കും ഗണിതം ആസ്വദിക്കാൻ പ്രചോദനം ലഭിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ഒരു വിഷയം പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചരായിദേ ഉമൈദാം എന്ന പേര് കേട്ടിട്ടുണ്ടോ? ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പേര് വീണ്ടും വീണ്ടും കേൾക്കും. അത് വളരെ ആവേശത്തോടെ മറ്റുള്ളവരോട് പറയും. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൽ ആസാമിലെ ചരായിദേ ഉമൈദാം എന്ന പേര് ഉൾപ്പെടുത്താൻ പോവുകയാണ്. ഈ പട്ടികയിൽ ഇത് ഭാരതത്തിൻ്റെ 43ാമത്തെയും വടക്ക് കിഴക്കൻ ഭാരതത്തിൻ്റെ ആദ്യത്തെ സൈറ്റുമായിരിക്കും. സുഹൃത്തുക്കളെ, എന്താണ് ചരായിദേ ഉമൈദാം? എന്താണിതിന് ഇത്രയേറെ പ്രത്യേകത എന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായും വരുന്നുണ്ടാവും. ചരായിദേവു എന്നാൽ കുന്നുകളിലെ തിളങ്ങുന്ന നഗരം, ഷൈനിങ് സിറ്റി ഓൺ ദ ഹിൽസ് എന്നാണ് അർത്ഥം. അഹോം രാജവംശത്തിൻ്റെ ആദ്യ തലസ്ഥാനമായിരുന്നു ഇത്. അഹോം രാജവംശത്തിലെ ജനങ്ങൾ പരമ്പരാഗതമായി തങ്ങളുടെ പൂർവികരുടെ മൃതദേഹങ്ങളും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളും മൈദാമിൽ സൂക്ഷിച്ചിരുന്നു. മൈദാം ഒരു കുന്നുപോലെയുള്ള ഘടനയാണ്. അതിനു മുകളിൽ മണ്ണ് മൂടിയിരിക്കുന്നു. താഴെ ഒന്നോ അതിലധികമോ മുറികളുണ്ട്. അഹോം രാജ്യത്തിലെ അന്തരിച്ച രാജാക്കന്മാരോടും വിശിഷ്ട അതിഥികളോടുമുള്ള ആദരവിൻ്റെ പ്രതീകമാണ് ഈ മൈദാം. നമ്മുടെ പൂർവികരോട് ആദരവ് പ്രകടിപ്പിക്കുന്ന ഈ രീതി വളരെ സവിശേഷമാണ്. ഇവിടെ സമൂഹാരാധനയും നടന്നു വന്നിരുന്നു. സുഹൃത്തുക്കളെ, അഹോം സാമ്രാജ്യത്തെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ നിങ്ങളെ കൂടുതൽ ആശ്ചര്യപ്പെടുത്തും. 13ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ഈ സാമ്രാജ്യം നിലനിന്നിരുന്നു. ഒരു സാമ്രാജ്യം ഇത്രയും കാലം നിലനിൽക്കുക എന്നത് വലിയ കാര്യമാണ്. ഒരുപക്ഷെ അഹോം സാമ്രാജ്യത്തിൻ്റെ തത്വങ്ങളും വിശ്വാസങ്ങളും വളരെ ശക്തമായിരുന്നു. അതാകാം ഈ രാജവംശത്തെ ഇത്രയും കാലം നിലനിർത്തിയത്. ഈ വർഷം മാർച്ച് 9 മഹാനായ അഹോം യോദ്ധാവ് ലസിത് ബോർഫുക്കൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാച്ഛാദനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായതായി ഞാൻ ഓർക്കുന്നു. ഈ പരിപാടിയിൽ അഹോം സമുദായത്തിൻ്റെ ആത്മീയ പാരമ്പര്യം പിന്തുടർന്നപ്പോൾ എനിക്ക് വ്യത്യസ്തമായ അനുഭവമുണ്ടായി. ലസിത് മൈദാമിൽ അഹോം സമുദായത്തിൻ്റെ പൂർവികർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത് വലിയ കാര്യമാണ്. ഇപ്പോൾ ചരായിദേ ഉമൈദാം ലോക പൈതൃക സ്ഥലമായി മാറി കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുമെന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ ഭാവി യാത്രാ പദ്ധതികളിൽ തീർച്ചയായും ഈ സൈറ്റ് ഉൾപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഒരു രാജ്യത്തിന് തൻ്റെ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നതിലൂടെ മാത്രമേ മുന്നോട്ടു പോകാനാവൂ. ഭാരതത്തിലും ഇത്തരം നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് പ്രോജക്റ്റ് പരി. ഇപ്പോൾ പരി എന്ന് കേട്ട് നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകേണ്ട. ഈ പരി സ്വർഗീയ ഭാവനയല്ല, മറിച്ച് ഭൂമിയെ ഒരു സ്വർഗമാക്കുകയാണ്. പരി എന്നാൽ പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. പബ്ലിക് ആർട്ടിനെ ജനകീയമാക്കുന്നതിന് വളർന്നു വരുന്ന കലാകാരന്മാരെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രധാന മാധ്യമമായി പ്രോജക്റ്റ് പരി മാറുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വഴിയോരങ്ങളിലും ചുവരുകളിലും അടിപ്പാതകളിലും അതിമനോഹരമായ ചിത്രങ്ങൾ കാണാം. പരിയുമായി ബന്ധപ്പെട്ട അതേ കലാകാരന്മാരാണ് ഈ ചിത്രങ്ങളും ഈ കലാരൂപങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പൊതുസ്ഥലങ്ങളുടെ ഭംഗി വർദ്ധിപ്പിക്കുമ്പോൾ
നമ്മുടെ സംസ്കാരത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിനും സഹായിക്കുന്നു. ഉദാഹരണത്തിന് ഡൽഹിയിലെ ഭാരത് മണ്ഡപം എടുക്കാം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അതിശയകരമായ കലാസൃഷ്ടികൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡൽഹിയിലെ ചില അണ്ടർപാസുകളിലും ഫ്ലൈ ഓവറുകളിലും ഇത്തരം മനോഹരമായ പൊതുകലകൾ കാണാം. പൊതുകലയിൽ കൂടുതൽ പ്രവർത്തിക്കാൻ സാംസ്കാരിക പ്രേമികളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് നമ്മുടെ വേരുകളിൽ അഭിമാനിക്കുന്ന സുഖകരമായ ഒരനുഭവം നൽകും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ ഇനി നമുക്ക് നിറങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഹരിയാനയിലെ റോഹ്തക് ജില്ലയിലെ 250-ലധികം സ്ത്രീകളുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ വർണ്ണങ്ങൾ നിറച്ച നിറങ്ങൾ. കൈത്തറി വ്യവസായവുമായി ബന്ധപ്പെട്ടിരുന്ന ഈ സ്ത്രീകൾ ചെറുകിട കടകൾ നടത്തിയും കൂലിപ്പണി ചെയ്തും ഉപജീവനം നടത്തിയിരുന്നു. എന്നാൽ എല്ലാവർക്കും മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമുണ്ടാവുമല്ലോ. ഇതിനായി ഇവർ ഉന്നതി സ്വയം സഹായ സംഘത്തിൽ ചേരാൻ തീരുമാനിച്ചു. ഈ ഗ്രൂപ്പിൽ ചേർന്ന് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിലും ഡൈയിങ്ങിലും പരിശീലനം നേടി. വസ്ത്രങ്ങളിൽ നിറങ്ങളുടെ മാസ്മരികത വിതറുന്ന ഈ സ്ത്രീകൾ ഇന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് സമ്പാദിക്കുന്നത്. ഇവർ നിർമ്മിച്ച ബെഡ് കവറുകൾ, സാരികൾ, ദുപ്പട്ട എന്നിവയ്ക്ക് വിപണിയിൽ ആവശ്യക്കാരേറെയാണ്. സുഹൃത്തുക്കളെ, റോഹ്തക്കിൽ നിന്നുള്ള ഈ സ്ത്രീകളെപ്പോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കരകൗശല വിദഗ്ധർ കൈത്തറിയെ ജനകീയമാക്കുന്ന തിരക്കിലാണ്. ഒഡീഷയിലെ സാമ്പൽപുരി സാരി ആയിക്കോട്ടെ, മധ്യപ്രദേശിലെ മഹേശ്വരി സാരിയോ, മഹാരാഷ്ട്രയിലെ പൈതാനിയോ, അതുമല്ലെങ്കിൽ വിദർഭയുടെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റുകളോ, ഹിമാചലിലെ ബൂട്ടിക്കോയുടെ ഷാളുകളോ, കമ്പിളി വസ്ത്രങ്ങളോ, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ കനി ഷാളുകളോ ആകട്ടെ, കൈത്തറി കരകൗശല വിദഗ്ധരുടെ സൃഷ്ടികൾ രാജ്യത്തിൻ്റെ എല്ലാ കോണിലും ദൃശ്യമാണ്. നിങ്ങളിത് അറിഞ്ഞിരിക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 7-ന് നാം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കും. ഇക്കാലയളവിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ വളരെ വിജയകരമായി തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടി. ഇപ്പോൾ പല സ്വകാര്യ കമ്പനികളും AI വഴി കൈത്തറി ഉൽപ്പന്നങ്ങളും സുസ്ഥിര ഫാഷനും പ്രോത്സാഹിപ്പിക്കുന്നു. കോഷ AI, ഹാൻഡ്ലൂം ഇന്ത്യ, ഡി ജങ്ക്, നോവാടാക്സ്, ബ്രഹ്മപുത്ര ഫേബിൾസ് തുടങ്ങി നിരവധി സ്റ്റാർട്ടപ്പുകളും കൈത്തറി ഉൽപ്പന്നങ്ങൾ ജനകീയമാക്കുന്നതിൽ തിരക്കിലാണ്. ഇത്തരം നാടൻ ഉൽപ്പന്നങ്ങൾ ജനകീയമാക്കാൻ പലരും ശ്രമിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും സന്തോഷം തോന്നി. നിങ്ങളുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ #myproductmypride എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ ഈ ചെറിയ ശ്രമം ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കും. സുഹൃത്തുക്കളെ, കൈത്തറിക്കൊപ്പം ഖാദിയെക്കുറിച്ച് സംസാരിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. മുമ്പൊരിക്കലും ഖാദി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത, എന്നാൽ ഇന്ന് അഭിമാനത്തോടെ ഖാദി ധരിക്കുന്ന നിരവധി ആളുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കണം. ഖാദി ഗ്രാമവ്യവസായത്തിൻ്റെ വിറ്റുവരവ് ആദ്യമായി 1.5 ലക്ഷം കോടി കടന്നിരിക്കുന്നു എന്ന കാര്യത്തിലും സന്തോഷമുണ്ട്. സങ്കൽപ്പിക്കുക, 1.5 ലക്ഷം കോടി രൂപ. ഖാദിയുടെ വിൽപ്പന എത്രമാത്രം വർദ്ധിച്ചുവെന്ന് നിങ്ങൾക്കറിയാമോ? 400%. ഖാദിയുടെയും കൈത്തറിയുടെയും ഈ വർദ്ധിച്ചു വരുന്ന വിൽപ്പന പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഭൂരിഭാഗം സ്ത്രീകളും ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത്. എനിക്ക് നിങ്ങളോട് വീണ്ടും ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾക്ക് വ്യത്യസ്ത തരം വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇതുവരെ ഖാദി വസ്ത്രങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ വർഷം മുതൽ ആരംഭിക്കുക. ഓഗസ്റ്റ് മാസം വന്നിരിക്കുന്നു. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ മാസമാണ്, വിപ്ലവത്തിൻ്റെ മാസമാണ്. ഖാദി വാങ്ങാൻ ഇതിലും നല്ല അവസരം മറ്റെന്താണ്? എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മയക്കുമരുന്നിൻ്റെ വെല്ലുവിളിയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി മൻ കി ബാത്തിൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ കുട്ടി മയക്കുമരുന്നിന് ഇരയാകുമോ എന്ന ആശങ്കയിലാണ് ഓരോ കുടുംബവും. ഇത്തരക്കാരെ സഹായിക്കാൻ സർക്കാർ മാനസ് എന്ന പേരിൽ ഒരു പ്രത്യേക കേന്ദ്രം തുറന്നിട്ടുണ്ട്. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിലെ വലിയൊരു ചുവടുവയ്പ്പാണിത്. മാനസ് എന്ന ഹെൽപ്പ് ലൈനും പോർട്ടലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആരംഭിച്ചത്. സർക്കാർ 1933 എന്ന ടോൾ ഫ്രീ നമ്പർ നൽകിയിട്ടുണ്ട്. ഇതിൽ വിളിച്ചാൽ ആർക്കും ആവശ്യമായ ഉപദേശം അല്ലെങ്കിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കും. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുമായി പങ്കിടാം. മാനസുമായി പങ്കിടുന്ന വിവരങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കും. ഭാരതത്തെ മയക്കുമരുന്ന് വിമുക്തമാക്കുന്നതിലേർപ്പെട്ടിരിക്കുന്ന
എല്ലാ ജനങ്ങളോടും കുടുംബങ്ങളോടും സംഘടനകളോടും മാനസ് ഹെൽപ്പ് ലൈൻ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ ലോകമെമ്പാടും കടുവ ദിനം ആഘോഷിക്കും. കടുവകൾ നമ്മളുടെ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നമ്മളെല്ലാവരും കടുവയുമായി ബന്ധപ്പെട്ട കഥകൾ കേട്ട് വളർന്നവരാണ്. കാടിൻ്റെ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്കെല്ലാം കടുവയുമായി ഇണങ്ങി ജീവിക്കുന്നത് എങ്ങനെയെന്നറിയാം. നമ്മുടെ രാജ്യത്ത് മനുഷ്യരും കടുവകളും തമ്മിൽ ഒരിക്കലും സംഘർഷമുണ്ടാകാത്ത നിരവധി ഗ്രാമങ്ങളുണ്ട്. എന്നാൽ ഇവിടങ്ങളിലും കടുവകളുടെ സംരക്ഷണത്തിനായി അഭൂതപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ജനപങ്കാളിത്തത്തിൻ്റെ ഇത്തരമൊരു ശ്രമമാണ് കുൽഹാടി ബന്ദ് പഞ്ചായത്ത്. രാജസ്ഥാനിലെ രൺഥബോറിലാണ് രസകരമായ ഈ ക്യാമ്പയിൻ ആരംഭിച്ചത്. കോടാലിയുമായി കാട്ടിൽ കയറില്ലെന്നും മരം മുറിക്കില്ലെന്നും പ്രാദേശിക സമൂഹങ്ങൾ സ്വമേധയാ പ്രതിജ്ഞയെടുത്തു. ഈയൊരു തീരുമാനത്തോടെ ഇവിടുത്തെ കാടുകൾ വീണ്ടും ഹരിതാഭമാവുകയും കടുവകൾക്ക് മെച്ചപ്പെട്ട അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. സുഹൃത്തുക്കളെ, കടുവകളുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്രയിലെ തഡോബ അന്ധാരി ടൈഗർ റിസർവ്. ഇവിടുത്തെ പ്രാദേശിക സമുദായങ്ങൾ, പ്രത്യേകിച്ച് ഗോണ്ട് മാന ഗോത്രങ്ങളിലെ നമ്മുടെ സഹോദരീ സഹോദരന്മാർ ഇക്കോ ടൂറിസത്തിലേക്ക് അതിവേഗ ചുവടുവയ്പ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ കടുവകളുടെ സ്വൈരവിഹാരം വർദ്ധിക്കുന്നതിന് അവർ വനത്തെ ആശ്രയിക്കുന്നത് കുറച്ചു. ആന്ധ്രാപ്രദേശിലെ നല്ലാമലയിലെ കുന്നുകളിൽ താമസിക്കുന്ന ചേഞ്ചു ഗോത്രത്തിൻ്റെ പ്രയത്നവും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ടൈഗർ ട്രാക്കേഴ്സ് എന്ന നിലയിൽ വന്യമൃഗങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവർ ശേഖരിച്ചു. ഇതോടൊപ്പം പ്രദേശത്തു നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചു വരുന്നു. അതുപോലെ ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ നടക്കുന്ന ബാഘ് മിത്ര പരിപാടിയും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇതിന് കീഴിൽ ബാഘ് മിത്രയായി പ്രവർത്തിക്കാൻ പ്രദേശവാസികൾക്ക് പരിശീലനം നൽകുന്നു. കടുവകളും മനുഷ്യരും തമ്മിൽ ഒരു സംഘട്ടനവും ഉണ്ടാകാതിരിക്കാൻ ഈ ബാഘ് മിത്ര പൂർണ്ണ ശ്രദ്ധ ചെലുത്തുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇവയിൽ ചില ശ്രമങ്ങൾ മാത്രമേ ഞാനിവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. എന്നാൽ പൊതുജന പങ്കാളിത്തം കടുവകളുടെ സംരക്ഷണത്തിൽ വളരെയധികം സഹായിക്കുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത്തരം ശ്രമങ്ങൾ മൂലം ഭാരതത്തിൽ ഓരോ വർഷവും കടുവകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ കടുവകളിൽ 70% നമ്മുടെ രാജ്യത്താണെന്നറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും അഭിമാനവും തോന്നും. ചിന്തിക്കുക, 70% കടുവകൾ. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം കടുവ സങ്കേതങ്ങളുള്ളത്. സുഹൃത്തുക്കളെ, കടുവകൾ പെരുകുന്നതിനോടൊപ്പം നമ്മുടെ നാട്ടിലെ വനമേഖലയും അതിവേഗം വർദ്ധിച്ചു വരികയാണ്. ഇതിലും സമൂഹത്തിൻ്റെ പ്രയത്നത്താൽ വൻ വിജയമാണ് കൈവരിക്കുന്നത്. കഴിഞ്ഞ മൻ കി ബാത്ത് പരിപാടിയിൽ ഏക് പേഡ് മാ കെ നാം എന്ന പരിപാടിയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്തിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകൾ ഈ ക്യാമ്പയിന് ചേരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശുചിത്വത്തിന് പേരുകേട്ട ഇൻഡോറിൽ ഒരു അത്ഭുതകരമായ പരിപാടി നടന്നു. ഏക് പേഡ് മാ കെ നാം എന്ന പരിപാടിയിൽ ഒറ്റ ദിവസം കൊണ്ട് 2 ലക്ഷത്തിലധികം വൃക്ഷത്തൈകളാണ് ഇവിടെ നട്ടത്. സ്വന്തം അമ്മയുടെ പേരിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഈ ക്യാമ്പയിനിൽ നിങ്ങളും പങ്കാളിയാകണം. ഒരു സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. ഈ ക്യാമ്പയിനിൽ ചേരുന്നതിലൂടെ നിങ്ങളുടെ അമ്മയ്ക്കും ഭൂമാതാവിനും ഇവരിരുവർക്കും വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി ചെയ്തുവെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് 15 വിദൂരമല്ല. ഓഗസ്റ്റ് 15നോടിപ്പോൾ ഹർ ഘർ തിരങ്ക അഭിയാൻ എന്ന ഒരു ക്യാമ്പയിൻ കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എല്ലാവരുടെയും ആവേശം ഹർ ഘർ തിരങ്ക അഭിയാൻ രാജ്യമെമ്പാടും ഉയർന്നതാണ്. ദരിദ്രനോ പണക്കാരനോ, ചെറിയ വീടോ വലിയ വീടോ ആകട്ടെ, ത്രിവർണ്ണ പതാക ഉയർത്തി എല്ലാവർക്കും അഭിമാനിക്കാം. ത്രിവർണ്ണ പതാകയ്ക്കൊപ്പം സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിലും ആവേശം കണ്ടുവരുന്നു. ഒരു കോളനിയിലോ സൊസൈറ്റിയിലോ ഉള്ള എല്ലാ വീട്ടിലും ത്രിവർണ്ണ പതാക പാറിക്കളിക്കുമ്പോൾ താമസിയാതെ മറ്റു വീടുകളിലും ത്രിവർണ്ണ പതാക പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഹർ ഘർ തിരങ്ക അഭിയാൻ ത്രിവർണ്ണ പതാകയുടെ പ്രൗഢിയിൽ ഒരു അതുല്യമായ ഉത്സവം സൃഷ്ടിച്ചു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലതരം നൂതനാശയങ്ങളും വന്നു തുടങ്ങിയിരിക്കുന്നു. ഓഗസ്റ്റ് 15 അടുക്കുമ്പോൾ ത്രിവർണ്ണ പതാക പ്രദർശിപ്പിക്കുന്നതിനുള്ള വിവിധതര ഉൽപ്പന്നങ്ങൾ വീടുകളിലും ഓഫീസുകളിലും കാറുകളിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. ചില ആളുകൾ തിരങ്ക അവരുടെ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും വിതരണം ചെയ്യുന്നു. ത്രിവർണ്ണ പതാകയെക്കുറിച്ചുള്ള ഈ സന്തോഷം
ഈ ആവേശം നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, മുമ്പത്തെ പോലെ ഈ വർഷവും നിങ്ങൾ തീർച്ചയായും ത്രിവർണ്ണ പതാകയ്ക്കൊപ്പമുള്ള നിങ്ങളുടെ സെൽഫി harghar.tiranga.com-ൽ അപ്ലോഡ് ചെയ്യുമല്ലോ. ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വർഷവും ആഗസ്റ്റ് 15-ന് മുമ്പ് നിങ്ങൾ എനിക്ക് ധാരാളം നിർദ്ദേശങ്ങൾ അയക്കാറുണ്ട്. ഈ വർഷവും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായും അയക്കണം. MyGov അല്ലെങ്കിൽ നമോ ആപ്പിലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അയക്കാം. ഓഗസ്റ്റ് 15-ന് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ കഴിയുന്നത്ര നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൻ്റെ നിങ്ങളോടൊപ്പമുള്ള ഈ അധ്യായം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. രാജ്യത്തിൻ്റെ പുതിയ നേട്ടങ്ങളും പൊതുജന പങ്കാളിത്തത്തിനായുള്ള പുതിയ ശ്രമങ്ങളുമായി അടുത്ത തവണ വീണ്ടും ഒത്തുചേരാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായും മൻ കി ബാത്തിലേക്ക് അയയ്ക്കുക. വരുന്ന ആളുകളിൽ നിരവധി ഉത്സവങ്ങളും വരുന്നുണ്ട്. എല്ലാ ഉത്സവാഘോഷങ്ങൾക്കും നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു. കുടുംബത്തോടൊപ്പം ഉത്സവങ്ങൾ ആസ്വദിക്കൂ. രാജ്യത്തിനു വേണ്ടി പുതിയ എന്തെങ്കിലും ചെയ്യാനുള്ള ഊർജം നിരന്തരം നിലനിർത്തൂ. വളരെ നന്ദി. നമസ്കാരം. മൻ കി ബാത്ത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.